fucking blast. Idi koduttum, idi vaangiyum, you just rocked it. So now we just want to know what you want to talk about, the Nagabandham. So the mic is all yours. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിന്ന് എല്ലാവരും ഒന്ന് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടു. നിങ്ങളുടെ ബിസി ഷെഡ്യൂൾ നിങ്ങൾ ഞങ്ങളുടെ പടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളിവിടെ എല്ലാവരും എത്തിയതിന് വളരെ ഒരു ബിഗ് താങ്ക് യു. ആൻഡ് ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ സേയിങ് കൺഗ്രാറ്റുലേഷൻസ് മമ്മുക്ക ഓൺ യുവർ പത്മഭൂഷൺ. എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ചെയ്ത ഒരു പടം ലവ് ഇൻ സിംഗപ്പൂരിൽ എൻ്റെ കോസ്റ്റാർ ആയിരുന്നു. സോ ഐ എം സോ ഹാപ്പി മമ്മുക്ക ഹാസ് റിസീവ് ദിസ് അവാർഡ്. പിന്നെ ആസ് ഫാർ ആസ് നാഗബന്ധം, ഇതൊരു വലിയ പടമാണ്. ഞാൻ ഏതോ ജന്മത്തെ ഏതൊരു പുണ്യം ചെയ്തിട്ടുണ്ടാകും, അതാണ് ഇങ്ങനത്തെ ഒരു പടത്തിൽ ചാൻസ് കിട്ടിയത്. പിന്നെ അനന്ത പത്മനാഭ സ്വാമി ടെമ്പിളിൽ ഞാൻ 2022 എൻ്റെ വൈഫ് പൂജയുടെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈം പോയതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 2024 എൻ്റെ പയ്യൻ എൻ്റെ ബർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പടം സൈൻ ചെയ്യണത്. അപ്പോൾ ഈ പടത്തിന് എനിക്ക് ഒരു ചെറിയൊരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട് ഈ പടത്തിൽ. പിന്നെ ഒരു വലിയ പടം, ഒരു പാൻ ഇന്ത്യ ലെവലിൽ വരുന്ന പടം, 5 ലാംഗ്വേജിൽ റിലീസാവുന്ന പടം. സോ എല്ലാം അനന്ത പത്മനാഭ സ്വാമിയുടെ ബ്ലെസ്സിങ് ആണ്. ആൻഡ് എൻ്റെ കോസ്റ്റാർസ് വിരാട്, നഭ, ഇവരൊക്കെ ഈ പടത്തിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിരാട്ടിൻ്റെ കൂടെയാണ് എൻ്റെ കൂടുതൽ സീൻസ് ഉണ്ടായിരുന്നത്, എല്ലാ ഫൈറ്റ് സീൻസും. സോ വിരാട് ഒരുപാട് കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ ചെയ്ത് വർക്കൗട്ട്, പുള്ളിക്ക് ചില ദിവസം പനിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഷൂട്ട് നിൽക്കാതെ പുള്ളി ഷൂട്ടിൽ ഡെയിലി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ എൻ്റെ ബിഗ് താങ്ക് യു ടു മൈ ഡയറക്ടർ അഭിഷേക് ഗാരു. ഈ കൺട്രിയിൽ തന്നെ എത്രമാത്രം ആക്ടേഴ്സ് ഉണ്ട്. OTT വന്നാൽ എത്ര നമുക്കൊരു ആക്ടറെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എന്നെ എന്തിനാ കാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. ബട്ട് താങ്ക് യു അഭിഷേക് സർ. പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിഷിത ആൻഡ് കിഷോർ, ഇത്രയും വലിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഒരു മിഥോളജിക്കൽ പടം, ഒരു 120 crores ഇൻവെസ്റ്റ് ചെയ്യണത്. ഓക്കെ, അതൊരു വലിയ റിസ്ക് ആണ്. പക്ഷെ അത്രമാത്രം ഈ കണ്ടന്റിലുള്ള ഒരു വിശ്വാസം അതിന്റെ കാരണമാണ്. ആൻഡ് ഈ പടത്തിലുള്ള എല്ലാ കോസ്റ്റാർസും, ഇന്നിവിടെ ഇല്ലാത്ത കോസ്റ്റാർസ്, ഞങ്ങളുടെ ജോൺ വിജയ്, ഞങ്ങളുടെ മെയിൻ വില്ലൻ ഋഷഭ് സാനി ബോളിവുഡ് ആക്ടറാണ്. പുള്ളിയുടെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിമാണ്. ആൻഡ് ജഗപതി ബാബു സർ, മുരളി ശർമ്മ സർ, ജെയ്സൺ, ദെൻ ഗരുഡ, KGF വില്ലൻ ഗരുഡ ഉണ്ട് അവിടെ. ആൻഡ് ഐശ്വര്യ മേനൻ ഈ പടത്തിലുണ്ട്, അനസൂയ മാം, ദക്ഷ, പിന്നെ ബേബി കിയാര. പിന്നെ ഈ പടത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ പടത്തിൽ 5 ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഈ പടത്തിന്റെ എന്റെ സീക്വൻസ് എന്നത് ഒരു ഹോളിവുഡ് ഫൈറ്റ് മാസ്റ്റർ ആണ്. പുള്ളിയുടെ പേര് വ്ലാഡ് റിംബർഗ്. പുള്ളി ഒരു ഹോളിവുഡ് ഡയറക്ടറാണ്, സ്റ്റണ്ട് ഡയറക്ടർ. പുള്ളി നെറ്റ്ഫ്ലിക്സിൽ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു, ബാക്ക് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ആ പടത്തിന്റെ സ്റ്റണ്ട് ഡയറക്ടർ ആയിരുന്നു. പിന്നെ വേറെ 4 ഫൈറ്റ് മാസ്റ്റർ, കർണൽ കണ്ണൻ മാസ്റ്റർ ഉണ്ട്, റിയൽ സതീഷ് മാസ്റ്റർ ഉണ്ട്, നന്ദു മാസ്റ്റർ ഉണ്ട്, പിന്നെ മാസ്റ്റർ കിച്ച. അപ്പൊ എല്ലാ ഫൈറ്റ് സീക്വൻസിനും വേറെ ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ DOP സൗന്ദരരാജൻ സർ, പുള്ളിക്കാരനും ഇന്നിവിടെ ഇല്ല, പക്ഷെ പുള്ളിക്കാരൻ ഈ വിഷ്വൽസ് ഒക്കെ നന്നായി ക്യാപ്ചർ ചെയ്തേക്കുന്നത്. പിന്നെ ഈ പടത്തിലുള്ള മോർ ദാൻ 4000 ഷോട്ട്സ് VFXന്റെ ഈ പടത്തിലുണ്ട്. അതിലെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫാസ്റ്റസ്റ്റ് എഡിറ്റർ, അങ്ങനെ ഞങ്ങളൊരു ടാഗ് കൊടുത്ത പ്രണവാണ് ഞങ്ങളുടെ എഡിറ്റർ. പുള്ളിയുടെ ഒരു ഫസ്റ്റ് ടൈം ഒരു വലിയ പടം പുള്ളി എഡിറ്റ് ചെയ്യുന്നത്. സോ ഗ്രേറ്റ്ഫുൾ ടു ഹിം ഓൾസോ. ആൻഡ് ടു ഓൾ മൈ കോസ്റ്റാർസ്, ആൻഡ് താങ്ക് യു എല്ലാ മീഡിയക്കാരും, നിങ്ങൾ ഇന്ന് വന്ന് ഞങ്ങളെ പടം സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ഇന്ന് എനിക്കൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 25 ജൂൺ എൻ്റെ ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ കഥ അറിയില്ല. ഞാൻ 2005 ഞാൻ അഭിനയം ഒരു സീരിയലിനാണ് തുടങ്ങിയത്. അവൾ രക്തരക്ഷസ് എന്ന് പറഞ്ഞൊരു സീരിയൽ തുടങ്ങിയത് 2005. ആ സീരിയൽ ഡയറക്ട് ചെയ്ത ഡയറക്ടറിന്റെ പേരാണ് GN കൃഷ്ണകുമാർ. പുള്ളിയാണ് ഇന്ന് എൻ്റെ സർപ്പട പരമ്പരയിലെ കോസ്റ്റാർ ആര്യയുടെ കൂടെ അനന്തൻ കാട് എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഡയറക്ടർ. പുള്ളിയുടെ പടം കൂടി ഇന്ന് റിലീസ് ആവുന്നുണ്ട്. സോ ലെറ്റ് മീ പ്രൊമോട്ട് ദാറ്റ് ഫിലിം ഓൾസോ. എൻ്റെ ഒരു ഗുരുദക്ഷിണയാണ്, എൻ്റെ കൃഷ്ണകുമാർ സാറിന് എനിക്കൊരു ഗുരുദക്ഷിണയാണ്. ആ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണൂ, നല്ലൊരു പടമായിരിക്കും. റിവ്യൂസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ തന്നെ പോയി പടം കണ്ട് തീരുമാനിക്കും. സോ എല്ലാവരും എന്താ വെച്ചാൽ മിക്സ്ഡ് റിവ്യൂസ് ഉണ്ടെന്നൊക്കെ കേട്ടു. എന്തായാലും നിങ്ങൾ ആസ് എൻ ഓഡിയൻസ് ഏത് സിനിമയായാലും, ഞങ്ങളുടെ സിനിമ ആയാലും വേറെ ഏത് സിനിമ ആയാലും, നിങ്ങൾ പോയി കണ്ടിട്ട് തീരുമാനിക്കുക. പിന്നെ ഞങ്ങളുടെ സിനിമ അല്ലാതെ 3rd ജൂലൈ വേറെ കിരീടം റീ റിലീസ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പോയി കാണും. പിന്നെ ക്ലൂ നസറിയ തിരിഞ്ഞു നോക്കി, ആ പടം നിങ്ങൾ കണ്ടോളൂ. പിന്നെ എൻ്റെ വേറെ തമിഴ് കോസ്റ്റാർ വിഷ്ണു വിശാൽ ആൻഡ് ഐശ്വര്യ മേനന്റെ പടം
ഐശ്വര്യ ലക്ഷ്മിയുടെ പടം ഘട്ടഗുസ്തി 2 അതും വരുന്നുണ്ട്. എല്ലാ പടങ്ങളും കണ്ടോളൂ. സിനിമ വിജയിക്കണം. എന്റെ പടം മാത്രമല്ല, സിനിമ മൊത്തത്തിൽ വിജയിക്കണം. ഓക്കെ, താങ്ക് യു, ലവ് യു ആൾ.